So, നമ്മൾ ഓവർകമ്മർ സീരീസിന്റെ ലാസ്റ്റ് എപ്പിസോഡിലേക്കാണ് വന്നിരിക്കുന്നത്. And today we are here with Matthew T. John. So Matthew, പറയൂ, നമ്മൾ ഓവർകമ്മർ സമ്മിറ്റിന്റെ അടുത്തെത്തിയിരിക്കുക. ദാറ്റ് ഈസ് 22nd, 23rd and 24th. ശരിയല്ലേ? So നമ്മുടെ ക്രൗഡിനോട് can you give a brief explanation of what Overcomer Summit is? ബേസിക്കലി ഇത് നമ്മളോട് കർത്താവ് സംസാരിച്ച ഒരു സിലബസ് എന്ന് വേണമെങ്കിൽ പറയാം. How to overcome. And God has been speaking to us very closely that we need to raise a generation who will overcome. അതിൻ്റെ അകത്ത് രണ്ട് വാക്കുകളാണ് ഇട്ടേക്കുന്നത്, ഓവർകമ്മർ, രണ്ട് സമ്മിറ്റ്. സോ ഓവർകമ്മർ എന്നുള്ള വാക്ക് മലയാളത്തിൽ ജയാളികൾ, ജയിക്കുന്നവൻ എന്നൊക്കെയുള്ള വാക്ക്. പുതിയ നിമിത്തം കഴിഞ്ഞാൽ കർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെ ജയിച്ചു, ഞാൻ ജയിച്ചവനാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ജയിക്കാം എന്ന് പറയുന്നു. പക്ഷെ ബുക്ക് ഓഫ് റെവലേഷനിലോട്ട് പോകുമ്പോഴത്തേക്കും ഓരോ സഭയോട് സംസാരിക്കുമ്പോഴും പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട് ഹു ഓവർകംസ്. സോ ആ ഓവർകം ചെയ്യുന്നവന് ഞാൻ റിവാർഡുകൾ കൊടുക്കും, പലതരത്തിലുള്ള. ഞാൻ എന്നെ എൻ്റെ വലത് ഭാഗത്തിലെത്തും, ഞാൻ തൂണാക്കും, ഞാൻ പേര് കൊടുക്കും, ഇങ്ങനെ പലതരത്തിലുള്ള റിവാർഡുകൾ പറയും. ഇറ്റർണിറ്റിയോട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഓവർകമർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി someone who is able to win. Then what do we win? എന്തിനെ നമ്മൾ ജയിക്കും? അവിടെയാണ് നമ്മളോട് ദൈവം സംസാരിച്ച കുറേ കാര്യങ്ങൾ. ഒരു ലൈഫിൽ ദൈവം നമ്മളെ ഏൽപ്പിച്ച കാര്യങ്ങളെ പൂർത്തീകരിക്കുക, പേർപ്പസ് ഓഫ് ഗോഡ് ഫുൾഫില്ല് ചെയ്യുന്നതിന് തടസ്സമായി അല്ലെങ്കിൽ ചലഞ്ചുകളായിട്ട് അല്ലെങ്കിൽ എലിമിയായി നമുക്ക് എന്തൊക്കെ മുന്നിലുണ്ട്, അതിനെയൊക്കെ എങ്ങനെ സ്ട്രാറ്റജിക്കലി ഓവർകം ചെയ്യാൻ പറ്റും, ആ ഒരു സിലബസ് ആയിരിക്കും നമ്മൾ ബേസിക്കലി അവിടെ സംസാരിക്കും. രണ്ടാമത്തെ വാക്ക് സമ്മിറ്റ്. സമ്മിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയുന്ന ഒരു ലാർജ് മൗണ്ടൻ, ഒരു ബേസിക്കലി ഒരു പ്ലേസ് വേർ വി നീഡ് ടു ഗെറ്റ് ദെയർ. ഇറ്റ് ഇസ് ഹാർഡ്. ദെയർ ആർ ഫ്യൂ പീപ്പിൾ ഹു വിൽ റീച്ച് ദെയർ. ഇറ്റ്സ് നോട്ട് ഈസി. നമ്മളൊരു വാഗമണ് കുന്നു കയറുന്ന പോലെയല്ല മൗണ്ട് എവറസ്റ്റ് കയറുന്ന പോലെ. അവിടെ എത്തുന്നവർ കുറവാണ്, കാരണം ചാലഞ്ചസ്. So we are not expecting so many people to understand this, but we are inviting every youngster who wants to reach that point. That is why summit ennulla vaakku. Summit is a place where we meet. Probably a place of a bit more higher. So ഇത് കുറച്ച് സീരിയസ് കോൺവെർസേഷൻസ് ആയിരിക്കും, കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പം അങ്ങനെയുള്ളവരെ നമ്മൾ കോൺവെർസേഷൻ എക്സ്പെക്ട് ചെയ്യുമ്പോൾ it is fun, but we're going to be very serious about the life with God. So that is what is basically what we will be talking about in the Overcomer. So ഇത് എവിടെയാണ്, എപ്പോഴാണ് എന്നൊരു December 22nd to 24. നമ്മൾ 22nd സൺഡേ ആണ്. നമ്മൾ ഈവനിങ് 4 തുറന്നത്. ഈവനിങ് തൊട്ട് നമുക്ക് പല സെഷൻസ് പ്ലാനിങ് ഔട്ട്. മൺഡേ ആൻഡ് ട്യൂസ്ഡേ, which is 23rd and 24th. Tuesday night, late night it will be ending, and 25th morning, which is a holiday on morning check out on. As of now, പ്രാർത്ഥനയോടെ നമ്മളൊരു അങ്കമാലി കൺവെൻഷൻ സെന്റർ എടുത്തിട്ടുണ്ട്. അവിടെ ആയിരിക്കും. ഇറ്റ്സ് ഗോയിങ് ടു ബി റെസിഡൻഷ്യൽ, 3 full days, maybe not 3 full days, 2 full days into 1 half day. And if you are willing, if you really want to know about an overcomer life, we welcome it. Anything else? So yes, please come and join us if you're around Kochi. Be a part of us. Thank you. Even outside of Kochi. Even outside of India. Outside. Wherever you are, please come and join. It definitely takes the sacrifice to reach it. Yes. It will be worth it. Yes. Thank you.